ഇടുക്കിയിൽ ഒരാഴ്ചക്കിടയിലെ രണ്ടാമത്തെ കാട്ടാന ആക്രമണം. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കുക. മൃതദേഹം മുണ്ടക്കയത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. സോഫിയുടെ കുടുംബത്തിനുള്ള 10 ലക്ഷം ധനസഹായം ഇന്നു തന്നെ കൈമാറുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. സോഫിയുടെ മകൾക്ക് സർക്കാർ ജോലിക്കായി ശുപാർശ നൽകുമെന്ന കളക്ടറുടെ ഉറപ്പിന്മേലാണ് രാത്രി ഏറെ വൈകിയും പ്രതിഷേധം നടത്തിയ നാട്ടുകാർ പിരിഞ്ഞുപോയത്. മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ള പെരുവന്താനത്തെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിൽ നിന്നും ആൽവിൻ തോമസും പെരുവന്താനത്ത് നിന്നും ഗോകുൽ രമേശും ചേരുന്നുണ്ട്. ആദ്യം ആൽവിനിലേക്ക് പോവുകയാണ്. ആൽവിൻ, ഇന്നലെ വലിയ പ്രതിഷേധമായിരുന്നു. ഈ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പിന്നീട് ജില്ലാ കളക്ടർ എത്തി ഉറപ്പുകളൊക്കെ നൽകി. ആ ഉറപ്പുകളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് മൃതദേഹം മാറ്റാൻ പോലും നാട്ടുകാർ തയ്യാറായത്. എപ്പോഴാകും ഇൻക്വസ്റ്റ് നടപടികൾക്ക് തുടക്കമാവുക? ശ്രീലക്ഷ്മി, വലിയ പ്രതിഷേധമായിരുന്നു ഈ മരണത്തിന് ശേഷം, കാട്ടാന ആക്രമണത്തിന് ശേഷം ഉണ്ടായ മരണം. അത് വലിയ തോതിൽ നാട്ടിനെ നടുക്കിയിട്ടുണ്ട്. പെരുന്താനത്ത് കൊമ്പൻപാറ എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊമ്പൻപാറയ്ക്കടുത്ത് ചേന്നാട്ടുപാറ എന്നാണ് പ്രോപ്പർ സ്ഥലം. അതായത് മുണ്ടക്കയത്ത് നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണിത്. വനത്തിനോട് ചേർന്നുള്ള ഒരു എസ്റ്റേറ്റ് മേഖലയാണ്, റബ്ബർ എസ്റ്റേറ്റ് മേഖലയാണ്. ടി എസ്റ്റേറ്റ് മേഖലയിലാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ സോഫി എന്ന സ്ത്രീ മരിച്ചത്. ഇന്നലെ 5:30 മണിയോടുകൂടി തൊട്ടടുത്തുള്ള അരുവിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്ത് വലിയ തോതിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നാട്ടുകാർ പറഞ്ഞിരുന്നതാണ്. അതിന്റെ ഒക്കെ പശ്ചാത്തലത്തിലൊക്കെ വനവകുപ്പ് പലപ്പോഴും ഈ കാട്ടാനകളെ അവിടെ നിന്ന് അകറ്റാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ ദാരുണമായൊരു സംഭവം ഈ പ്രദേശത്ത് ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് സോഫിയുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. 8 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. 8 മണിക്ക് ശേഷം കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കുക. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മുണ്ടക്കയത്തെ മസ്ജിദിൽ സംസ്കാരം നടത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ബന്ധുക്കളടക്കമുള്ള ആളുകളൊക്കെയും ഇവിടോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പള്ളിയിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്കാരം ഒക്കെയും നടക്കുക ഈ പോസ്റ്റ്മോർട്ടം ആകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഇന്നലെ വലിയ പ്രതിഷേധം രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു. പുലർച്ചെ ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് പ്രതിഷേധത്തിനൊടുവിൽ ജില്ലാ കളക്ടറും സബ് കളക്ടറും അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് എത്തുകയും ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തത്. ഇന്ന് തന്നെ ഈ ധനസഹായം ഉൾപ്പെടെ കുടുംബത്തിന് കൈമാറും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപയുടെ ധനസഹായമാണ് കൈമാറും എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സോഫിയയുടെ മകൾ ഭിന്നശേഷിക്കാരായ ഒരു പെൺകുട്ടിയാണ്. മകൾക്ക് ഒരു സർക്കാർ ജോലിക്കുള്ള ശുപാർശ നൽകുന്നതിനും തീരുമാനമുണ്ടായിട്ടുണ്ട്. ഈ 2 തീരുമാനങ്ങളാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്നലെ കളക്ടറോട് അറിയിച്ചതിനെ തുടർന്ന് ഈ പ്രദേശത്ത് ഉള്ള കാട്ടാന ശല്യം അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നുള്ളതും സ്ഥായിയായ ഒരു നടപടി ഉണ്ടാകണമെന്നുള്ളത് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ആ നടപടിക്ക് മുൻതൂക്കം നൽകുമെന്നുള്ളത് ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി ഇന്നലെ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകാഞ്ഞത്. പക്ഷേ വലിയ പ്രതിഷേധമായിരുന്നു. മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പോലും അവിടുന്ന് ആളുകൾ സമ്മതിച്ചില്ല. ഈ പ്രദേശമാകെ കാട്ടാന ശല്യം കൊണ്ട് രൂക്ഷമായ ഒരു പ്രദേശമാണ്. ഈ എസ്റ്റേറ്റ് മേഖലയിൽ റബ്ബർ തോട്ട മേഖലയാണ് ഈ R&T എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ മേഖലയിലൊക്കെയും വലിയ തോതിൽ കഴിഞ്ഞ നാളുകളിലൊക്കെയും കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നുണ്ട്. ഏതാണ്ട് 26ഓളം ആനകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വനവകുപ്പിന്റെ കണക്ക്. ഇത് എരുമേലി ഡിവിഷനിൽ വരുന്ന സ്ഥലമാണ്. എരുമേലിയിൽ നിന്ന് മുറിഞ്ഞുപുഴയിൽ നിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് ഇന്നലെ അവിടെ ആദ്യം എത്തിച്ചേരുന്നത്. പക്ഷേ വലിയ പ്രതിഷേധം അവർക്ക് നേരിടേണ്ടി വന്നു. ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വനവകുപ്പ് അങ്ങോട്ടേക്ക് എത്തുന്നതെന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പ്രതിഷേധമായി അവർ പറയുന്നത്. ഇങ്ങനെ ഒരു ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. തൊട്ടടുത്തൊക്കെ ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ മേഖലകളിലൊക്കെയും കഴിഞ്ഞ കാലങ്ങളിൽ കാട്ടാന വലിയ തോതിൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾക്ക് ഭീതി പടർത്തുന്ന രീതിയിൽ കാട്ടാന ഈ പ്രദേശത്തൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സോഫിയുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെയും ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ പള്ളിയിൽ നിന്ന് വന്ന ആവശ്യമുള്ള ആളുകളും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എപ്പോഴാണ് സംസ്കാരം ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഉടൻ തന്നെ ഉണ്ടാവും? സംസ്കാരത്തെക്കുറിച്ച് അവർ ഇപ്പം തീരുമാനമാകുന്നതേ ഉള്ളൂ. അപ്പം അവരിപ്പോൾ ഉടനെ തന്നെ ഇങ്ങോട്ട് എത്തും. നമുക്ക് സംസാരിക്കാം. ഈ പ്രദേശത്തുള്ള ആളുകളാണോ നിങ്ങൾ? ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി BRCയിലെ സ്റ്റാഫാണ്.
തീർച്ചയായിട്ടും ഈ പ്രദേശത്തൊക്കെയുള്ള ആളുകൾ വലിയ തോതിൽ ഈ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് എന്ന നിലയിലൊക്കെ പലപ്പോഴും പരാതി ഉന്നയിക്കാറുണ്ട്, വനംവകുപ്പിനോട് പരാതി ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇതിലൊരു സ്ഥായിയായ നടപടി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രതിഷേധം അങ്ങനെ നിലനിൽക്കുന്നത്. ഇന്ന് ഈ പറഞ്ഞ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല എങ്കിൽ വലിയ പ്രതിഷേധത്തിന് ഇടവരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രദേശത്തെ ജനപ്രതിനിധികളടക്കം ഇന്നലെ രാത്രി പുലർച്ചെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. 1:30 മണിയോടുകൂടിയാണ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സ്ഥലത്തെത്തുകയും പിന്നീട് ഇവരുമായി സംസാരിച്ച് കുടുംബത്തിന് ധനസഹായം നൽകാമെന്നുള്ള ഇന്ന് തന്നെ കൈമാറുമെന്നുള്ള ഒരു ഉറപ്പും അതോടൊപ്പം തന്നെ ഈ മകളുടെ ഭിന്നശേഷിക്കാരിയായ മകൾക്ക് സർക്കാർ ജോലി തുടരുക. ആൽവിനിലേക്ക് മടങ്ങിയെത്താം. ഗോകുൽ കൂടി നമുക്കിപ്പമുണ്ട്. ഗോകുൽ ഇപ്പോൾ ഉള്ളത് ഈ പെരുവന്താനത്ത് നിന്നാണ്, കാട്ടാനാക്രമണം ഉണ്ടായ സ്ഥലത്ത് നിന്ന്. ഗോകുൽ, ഇടുക്കിയിൽ ഒരാഴ്ചക്കിടയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ കാട്ടാന ആക്രമണമാണ്. രണ്ടാമത്തെ ആൾക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. ഇന്നലെ ഏറെ വൈകിയും അവിടെ പ്രതിഷേധമൊക്കെ നടന്നിരുന്നതാണ്. ഇന്നത്തെ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? കാരണം നാട്ടുകാർ ഇന്നലെ ഈ കളക്ടറെത്തി മൃതദേഹം മാറ്റാനൊക്കെ സമ്മതിച്ചുവെങ്കിലും തുടർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നുണ്ട് എന്ന പ്രതികരണങ്ങൾ വന്നിരുന്നു. ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം ഇത് രണ്ടാമത്തെ കാട്ടാന ആക്രമണമാണ് ഇടുക്കി ജില്ലയിൽ മാത്രം ഉണ്ടാകുന്നത്. ഈ മാസം ഫെബ്രുവരി 6-ന് വിമലൻ എന്ന് പറയുന്ന ഒരു 57-കാരനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ സോഫിയ ഇസ്മയിലിൻ്റെ ജീവൻ കൂടി കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെടുന്നത്. ഈ വർഷം 1.5 മാസത്തിനിടെ സംസ്ഥാനത്ത് ഇത് 7ാമത്തെ ആളാണ് വന്യജീവി ആക്രമണം മൂലം ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഈ പെരുവന്താനം പ്രദേശത്ത് ഇതിനു മുമ്പ് തന്നെ ഈ കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറെ നാളുകളായിട്ട് കാട്ടാനകളുടെ ശല്യം ഉണ്ടായിരുന്നു. 26ഓളം ആനകളാണ് ഈ പ്രദേശത്ത് വിഹരിക്കുന്നത് എന്ന് നാട്ടുകാർ തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരായിട്ട് നേരത്തെ തന്നെ വനംവകുപ്പിനടക്കം നാട്ടുകാർ കൃത്യമായിട്ട് പരാതി ബോധിപ്പിച്ചിരുന്നതായിരുന്നു, അവരുടെ ആശങ്കകൾ അറിയിച്ചിരുന്നതായിരുന്നു. പക്ഷേ ശാശ്വതമായിട്ടുള്ള ഒരു നടപടിയും വനംവകുപ്പിൻ്റെയോ മറ്റ് അധികൃതരുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഫലം എന്നോണം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെടാനായിട്ട് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇന്നലെ രാത്രി കൂടുതൽ പ്രകോപിതരായിട്ട് വലിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ തന്നെ കടന്നത്. സോഫിയയുടെ മൃതദേഹം പിടിച്ചു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമ്മളോടൊപ്പം ഇപ്പോൾ ആ അക്രമ സംഭവം നടന്ന എസ്റ്റേറ്റിൻ്റെ ജീവനക്കാരനായിട്ടുള്ള ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. ഇന്നലെ ഇതിപ്പോൾ ഈ പ്രദേശത്ത് സ്ഥിരം ഇങ്ങനെ ആക്രമണം ഉള്ളതാണ് വന്യജീവികളുടെ? സ്ഥിരമായിട്ട് ഇപ്പം ആനകൾ ഇറങ്ങുന്നുണ്ട്. 10, 21, 22 ആനകൾ ഈ ശബരിമല വനമായിട്ട് പമിട്ട് കിടക്കുന്നുണ്ട്. ആനകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആരെയും ഇതുവരെ ആക്രമിച്ചിട്ടില്ല, മനുഷ്യരെ ആക്രമിച്ചിട്ടില്ല. ഇത് യാദൃശ്യമായിട്ട് എന്തോ ഒരു ഇതിൽ അതിൻ്റെ മുമ്പിൽ ചെന്ന് പെട്ട് അങ്ങനെ ഒരു ആക്രമണം ആയിട്ടാണ് നമുക്ക് ഇത് ഉണ്ടാകാൻ. ജനവാസ മേഖലയിലായിരുന്നു ഈ ആനകളൊക്കെ വന്നിരുന്നത്? ജനവാസ മേഖലയിൽ തന്നെ വരുന്നുണ്ട്. എസ്റ്റേറ്റിൻ്റെ അകത്തൂടെ തന്നെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഈ കൃഷി നശിപ്പിക്കുകയോ വീടുകളൊക്കെ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? കൃഷികളൊക്കെ നശിപ്പിച്ചു. കൃഷികളെന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ കമുകുകളും അതുപോലെ തന്നെ ഒത്തിരി മരങ്ങളൊക്കെ ഇത് ഒടിച്ച് പറിച്ച് കളയാറുണ്ട്. ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ എസ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പരാതികളൊക്കെ നൽകിയിട്ടുള്ളതല്ലേ? പരാതി എല്ലായിടത്തും ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം കമ്പനിയിൽ നിന്നും എല്ലായിടത്തും കൊടുത്തിട്ടുള്ള നടപടികളൊന്നും ഇതുവരെ ഉണ്ടാകുന്നില്ല കാര്യക്ഷമമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഫെൻസിംഗ് ഒക്കെ കൃത്യമായിട്ട് ഉള്ളതാണ് ഇവിടെ? പെൻസിലിംഗ് ഏറിയയില്ല. പെൻസിലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എസ്റ്റേറ്റ് ഇത്രയും നീണ്ട് കിടക്കുന്നതുകൊണ്ട് പെൻസിലിങ്ങിൻ്റെ ഇതില്ല. ആനയുടെ ശല്യം മാത്രമല്ല, അത് വേറെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വരാറുണ്ടോ? ആനയുടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ആന നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന അടുത്ത് വരെ ആനകൾ വന്നിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. സംഗതി അതിനെക്കുറിച്ച് നമുക്ക് അറിയുള്ളൂ. ഈ സംഭവം എന്തായാലും വലിയ ഇതായ സംഭവം, ഭയങ്കരമായ ഒരു ഇതാണ്. നമ്മുടെ ഓർമ്മയിൽ നമ്മൾ ഇതുപോലൊരു എസ്റ്റേറ്റിൻ്റെ അകത്ത്, എല്ലാ എസ്റ്റേറ്റിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഇടുക്കിയുടെ ഈ പെരുവന്താനം ഇതിൽ ആദ്യമായിട്ടുണ്ടാകുന്നൊരു സംഭവം, വന്യമൃഗങ്ങളൊരു. ഇപ്പം ഇനി ഇതൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെതിരെ നാട്ടുകാരുടെ ഒരു പ്രതിഷേധങ്ങൾ ഇനി എങ്ങനെയായിരിക്കും? നമുക്ക് ആരെയും മൃഗങ്ങളെ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. കേരളത്തിൽ ഒത്തിരി എസ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലായിടത്തും ആനകളും മൃഗങ്ങളും ഇറങ്ങുന്നുണ്ട്. അതുപോലെ യാദൃശ്യമായിട്ട് ഇവിടെയും എസ്റ്റേറ്റ് ഇങ്ങനെ വനം ചുറ്റപ്പെട്ടൊരു ഏരിയയുണ്ട്. വന്യമൃഗങ്ങൾ ശബരിമലയിൽ തീർത്ഥാടകർ പോകുന്ന സമയത്താണ് കൂടുതൽ ഇതിനകത്ത് ഇറങ്ങി വരാറുള്ളത്. ആന. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് അനിൽകുമാർ. ശരി. അതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ്. അത് അവർ നേരത്തെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ നൽകിയിരുന്നെങ്കിൽ പോലും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഇനിയും ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് ഈ ഭാഗം എന്നൊക്കെ പറയുന്നത് ശബരിമല തീർത്ഥാടകരൊക്കെ ധാരാളം പോകുന്നൊരു പാത കൂടിയിട്ടാണ്. ജനവാസ മേഖലയിലടക്കമാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം നാളുകളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും ഇനി നടപടികൾ എടുക്കേണ്ടത് അധികൃതരാണ്. ഇനി വൈകിയാൽ അത് കൂടുതൽ ജീവനുകൾ നഷ്ടമാകാൻ കാരണമാകുമെന്ന് നാട്ടുകാർ
തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഇന്നത്തെ സാഹചര്യം ഇന്നലെ ഈ പ്രതിഷേധം നടന്നപ്പോൾ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നുകൊണ്ട് അനുരഞ്ജന ചർച്ച നടത്തിയതിനു ശേഷം ആ ഉടമ്പടി പ്രകാരമാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ നാട്ടുകാർ തയ്യാറാകുകയുണ്ടായത്. തുടർന്ന് ഇന്ന് ഈ നഷ്ടപരിഹാര തുക ഈ സോഫിയയുടെ കുടുംബത്തിന് കൈമാറുമെന്നാണ് കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകൾക്ക് എന്തെങ്കിലും ലംഘനമുണ്ടായാൽ തുടർ പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് സോഫിയയുടെ മൃതദേഹമുള്ളത്. അല്പസമയത്തിനകം തന്നെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മുണ്ടക്കയം ജുമാ മസ്ജിദിൽ വീട്ടുകാർക്ക് പെരുവന്താനത്ത് നിന്നാണ് ഗോകുൽ രമേശ് നമുക്കൊപ്പം ചേർന്നത്. ആൽവിനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ആൽവിൻ, ഇപ്പോൾ ആശുപത്രിയിലേക്ക് സോഫിയയുടെ ബന്ധുക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇനി ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് തുടക്കമാകണം, പിന്നീട് പോസ്റ്റ്മോർട്ടം, ഒപ്പം ഇന്ന് തന്നെയാണ് ഖബറടക്കവും നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് മറ്റാരെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടോ ഈ ആശുപത്രി പരിസരത്ത്? കാരണം നാട്ടുകാർ തുടർ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണെന്ന് പറയുന്നു. പലവട്ടം പരാതിപ്പെട്ടിട്ടും അധികൃതരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് നാട്ടുകാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. ആളുകളുടെ ജീവൻ പോകുന്നത് തന്നെ കാണുമ്പോൾ നമുക്കറിയാം. ഒരാഴ്ചക്കിടയിലെ 2ാമത്തെ മരണമാണ് ഇത്. അപ്പോൾ ഈ ആശുപത്രി പരിസരത്ത് സുരക്ഷ ശക്തമാക്കാൻ പോലീസ് സേനാ വിന്യാസമൊക്കെ അവിടെ ഉണ്ടോ? എന്താണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? ശ്രീലക്ഷ്മി, അത്തരം സംഭവങ്ങളൊന്നുമില്ല. പ്രതിഷേധം ഇന്നലെ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ എസ്റ്റേറ്റിന് TRND എസ്റ്റേറ്റിന് സമീപത്തുള്ള താമസിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ? എങ്ങനെയാണ്? വലിയ ശല്യമാണ് അല്ലേ? ജോലിയുള്ളവരാണ് അവിടെ? എസ്റ്റേറ്റ് ജീവനക്കാരാണ്. ഇതുപോലാണ് എന്നും ആനയായിട്ടും കാട്ടുപന്നിയും കാട്ടുപോത്തും ഒക്കെ ആയിട്ട് മറ്റുള്ള നമ്മുടെ അടുത്തുള്ള ഡിവിഷനുകളിലെല്ലാം ഇത് അഴിഞ്ഞാടുകയാണ് സ്ഥിരം. ദാരുണമായ ഒരു സംഭവം ഇന്നലെ ഉണ്ടായത്. ദാരുണമായെന്ന് പറഞ്ഞാൽ 3 കുടുംബാംഗങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ഞാനവിടെ ജോലി ചെയ്ത് TRND ജോലി ചെയ്യുന്ന ആള് തന്നെ, സ്ഥിരം ജോലിക്കാരൻ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇത് പറഞ്ഞു പറഞ്ഞാൽ തന്നെ ഞാൻ എൻ്റെ കൂടുതൽ സുഹൃത്തായിട്ട് പണിയുന്ന എൻ്റെ വൈഫാണ്. സുഹൃത്തിന്റെ, അതായത് തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് പണിതുകൊണ്ട് നടന്നവരാണ്. എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? 5:30 കുളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കാട്ടാന കൂട്ടുമായിരുന്നോ അതോ ഒറ്റയാനായിരുന്നോ? ഒറ്റയാൻ. അതല്ലേ, ഈ കുളിക്കാൻ പോയ ആളെ കണ്ടില്ല എന്ന് കരുതി ഇവര് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇവരിങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അപ്പൊ ഇത് ആനയെടുത്ത് എറിയോ മറ്റോ ചെയ്തതാണെന്നുള്ള കാഴ്ചപ്പാടാണ്. ഒരു വല്ലാത്തൊരു, നമുക്കൊന്നും അത് ആലോചിക്കാൻ പറ്റിയാലോ. കാര്യം ഈ സ്ത്രീയുടെ ഭർത്താവാണ് ഇതിനു മുമ്പ് നമ്മുടെ വകുപ്പ് മന്ത്രിയോട് പോലും ഇത് പറഞ്ഞപ്പോഴത്തേന് അത് ഉടനെ അവിടെ വേലികെട്ടും മറ്റു പരിപാടി നടത്തുമെന്ന് പറഞ്ഞ് അത് വാഗ്ദാനങ്ങളായി മാറിയതല്ലാതെ ജീവൻ പൊലിഞ്ഞപ്പോൾ ഇന്നലെ അവരുടെ ഭർത്താവ് തന്നെ പറയാൻ ഇനിയിപ്പം ഇവിടെ എന്ത് ചെയ്തിട്ട് എന്നാ കാര്യം, നമുക്ക് പോകാനുള്ളത് പോയില്ല. അതൊരു മകളാണെങ്കിൽ പിന്നെ സംസാരിക്കാനും ശേഷിയില്ല, എൻ്റെ ചെവിക്ക് കേൾവിക്കുറവുള്ളതാണെന്ന് നമുക്കറിയാൻ സാധിച്ചത്. പിന്നെ കളക്ടറുടെ ഉത്തരവനുസരിച്ച് ഇന്ന് 2 ധനസഹായമൊക്കെ കൊടുക്കുന്നു, മകൾക്ക് ജോലി കൊടുക്കുന്നു ഒക്കെ ഇങ്ങനെ വാഗ്ദാനങ്ങളുണ്ട്. ഈ നേരത്തെ മന്ത്രിയോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അല്ലേ? ഇവിടെ പെരുവന്താനത്ത് വന്നപ്പോൾ അന്നേരം എല്ലാം വെക്കുകയായിരുന്നു ചെയ്തത്, എല്ലാം ഉടനെ നടപ്പിലാക്കാന്ന്. പക്ഷേ ഈ വനംവകുപ്പിന്റെ ഒരു ഇടപെടലൊക്കെ എങ്ങനെയാ ഈ പ്രദേശത്ത് ഈ ഇത്തരം ആനശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ? സോളാർ വേലിയോ അങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടാണ്. ഇവിടുത്തെ എല്ലാ തൊഴിലാളികളും ആവശ്യപ്പെട്ടാണ്. തൊഴിലാളികൾക്ക്, അതായത് ഈ TRND എസ്റ്റേറ്റിൽ പണിയുന്ന തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യമില്ല. അതുപോലെ ശല്യമാണ്, കാട്ടാന ശല്യമാണ്. ഈ ഫീൽഡ് മുഴുവൻ ഈ കഴിഞ്ഞിട വരെ നമ്മുടെ ഈ ടൗൺ ഏറി വരെ വന്നിട്ടുണ്ട്. അതുകൂടാതെ 2 മാസം മുമ്പ് വരെ കാട്ടുപന്നിയെ മൊത്തത്തിനെ കൊണ്ട് ശബരിമലയിൽ നിന്ന് കൊണ്ട് ഇറക്കിയിട്ടേക്കുന്നു, ലോഡ് കണക്കിന്. അതിനെതിരെ ഞങ്ങളെല്ലാം പ്രതിഷേധിച്ചതാണ്. എന്നിട്ടും ഒരു നടപടിയില്ല. ശ്രീലക്ഷ്മി, അതാണ് നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് പറയുന്നത്. TRND എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർ പറയുന്നത് അവർക്ക് ജോലി ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഭീതി അവിടെ ഉണ്ട്. വലിയ തോതിൽ കാട്ടാന ശല്യമുണ്ട്, കാട്ടുപന്നികളുടെ ശല്യമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ മരിച്ച സോഫിയയുടെ ഭർത്താവ് ഇസ്മായിലിന്റെ സുഹൃത്തു കൂടിയാണ്. അവരൊരുമിച്ച് ജോലി ചെയ്യുന്നതാണ് ഈ TRND പ്രദേശത്ത്, ഈ തോട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും അവർ വലിയ ദുഃഖത്തോടെ പറയുകയാണ്. ഇങ്ങനെ ഒരു സംഭവം, ഇവർക്ക് ഒരു മരണമുണ്ടാകുന്ന സ്ഥിതിയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്
അതിദാരുണമായ ഒരു സംഭവം തന്നെയായി അവർ കാണുന്നു. ചെറുപ്രായമാണ് അവർക്ക്, പക്ഷേ ജീവൻ പൊലിയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം അത് എത്രയും വേഗം ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. എത്ര കാലമായി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ശാശ്വതമായ പരിഹാരം എന്നൊരാവശ്യം. ഇത് അവിടുത്തുകാർ മാത്രമല്ല, മാധ്യമങ്ങൾ വഴിയും ഒക്കെ പലവട്ടം സർക്കാരിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം അത് ഓരോ ദിവസവും മൃഗങ്ങളുമായി മല്ലടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, സ്വസ്ഥമായി വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ, സ്വസ്ഥമായി ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. ഈ കാരണങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം അത് എന്നുണ്ടാകും എന്നൊരു ആശങ്ക മാത്രമാണ് നിലനിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. നൂറുകണക്കിന് ഏക്കർ സ്ഥലം ചുമ്മാ കൊടുക്കുക, റബ്ബർ വെട്ടുന്നു, റബ്ബർ വെട്ടിയിട്ട് പിന്നെ ആവർത്തന കൃഷി ചെയ്യത്തില്ല, റീപ്ലാന്റ് ചെയ്യുന്നു. ഈ അടിക്കാടുള്ളതാണോ പ്രധാന പ്രശ്നം? അടിക്കാട് എന്ന് പറഞ്ഞാൽ വനത്തിനേക്കാൾ ഭയങ്കര കാടാണ്. കാരണം 5-6 വർഷമായിട്ട് ഈ റബ്ബർ വെട്ടി മാറിയിട്ട് പിന്നെ അങ്ങ് നിൽക്കുകയല്ലോ ചുമ്മാ. അതിനകത്ത് ആനയ്ക്ക് നല്ല സൗകര്യം വന്ന് കയറി നിൽക്കാം. അപ്പുറം തീറ്റി പറയുമ്പോഴത്തേനും ഇങ്ങോട്ട് കയറും. ഇവിടെ ഈ പനയുടെ തയ്യും എല്ലാം ഇഷ്ടംപോലെ തീറ്റിയുണ്ട്. ഇന്നലെ ഈ സംഭവം അറിഞ്ഞ് നിങ്ങൾ അവിടെ എത്തുന്നത് എത്ര മണിക്കാണ്? ഞാൻ പിന്നെ കമ്മിറ്റി കൊണ്ട് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അറിയുമ്പോൾ 8 മണിയായി. ഞാനൊരു 8:45 അവിടെ ചെന്നു. അപ്പൊ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയില്ലേ? 5:30-6 മണിയായപ്പോഴത്തേനും സംഭവം നടന്നിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എപ്പോഴെത്തിയില്ല? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നെ മതമ്പ റേഞ്ചിലുള്ള ഒരു 2-3 പേരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ പുറകെ വന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടാണ് റേഞ്ചറും അങ്ങനെയുള്ളവരൊക്കെ വന്നത്. കളക്ടർ ചില ഉറപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇന്ന് ധനസഹായം കൈമാറും എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ വന്ന് ജനങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി അവരെ അങ്ങൊന്ന് വിളിച്ചു വരുത്തിയെന്നേ ഉള്ളൂ. കാരണം ജനങ്ങളെ പ്രതിഷേധം അറിയിക്കണമല്ലോ, കാരണം വർഷങ്ങളായിട്ട് തുടരുന്ന സംഭവമല്ലേ. അപ്പോഴത്തേക്കും കളക്ടർ വന്നു, അവർക്ക് പിന്നെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. പിന്നെ ഒരു 3 കുടുംബക്കാരേ ഉള്ളൂ ഇതിന് അതിർത്തിയിൽ ഇപ്പം. ബാക്കിയെല്ലാം ഇറങ്ങിപ്പോയി പേടിച്ചിട്ട്. വാടകയ്ക്കൊക്കെ ആയിട്ട് മുണ്ടക്കത്തും പണ്ടമ്പാലിലൊക്കെ താമസിക്കുകയാണ്. ആ പ്രദേശത്തൊന്നും മാറി താമസിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ കളക്ടർ വന്ന് അവരെ 3 പേർക്കും മാറ്റി പാർപ്പിക്കാനുള്ള 100% ഉറപ്പ് പറഞ്ഞു. പിന്നെ TRND പിന്നെ അതിന്റെ ഉടമസ്ഥനെ കണ്ടിട്ട് ഉടൻ തന്നെ അത് തെളിക്കാനുള്ള ഒരു ഇതുണ്ടാക്കി തരാമെന്നും പറഞ്ഞു. അതാണിപ്പോൾ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, അദ്ദേഹമാണ് നമ്മളോട് പ്രതികരിച്ചത്. സേതുലക്ഷ്മി പറയുന്നത്, നിലവിൽ ഈ TRND എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ തോതിൽ ഈ റബ്ബർ വെട്ടി മാറിയ ശേഷം അടിക്കാട്, വലിയ തോതിൽ വനം പോലെ തന്നെ അടിക്കാട് ഉണ്ട്. ആ അടിക്കാട് വെട്ടി മാറ്റിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഈ കാട്ടാനകളുടെ സ്ഥിരമായ സാന്നിധ്യം ഒഴിവാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ ഇന്നലെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഈ TRND എസ്റ്റേറ്റിന്റെ ഉടമയോട് ഈ വിഷയം കാര്യമായി പറഞ്ഞുകൊണ്ട് ഈ കാട് അവിടുന്ന് വെട്ടി നീക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ആ പ്രദേശത്തുണ്ടായിരുന്ന 3 കുടുംബങ്ങൾ അവരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട നടപടികളും സ്വീകരിക്കുമെന്നുള്ളത് പറയുന്നുണ്ട്. മുൻപ് നിരവധി ആളുകൾ അവിടെ താമസിച്ചിരുന്നതാണ്. അവരൊക്കെയും ഈ പ്രദേശം ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം, വാടകയ്ക്ക് താമസിക്ക് മാറേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ പോലും പറയുന്നുണ്ട്. ഏതായാലും ഈ പ്രദേശത്തെ കാട്ടാന ഭീതിയിൽ വലഞ്ഞിരിക്കുകയാണ്. ശരി ആൽവിൻ, ഇങ്ങനെ ഓരോ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽപ്പെട്ട് ഓരോ മനുഷ്യരും ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കട്ടെ, ഇനി ഒരു മനുഷ്യജീവൻ കൂടി ഇങ്ങനെ പൊലിയാതിരിക്കട്ടെ എന്ന്. പക്ഷേ ഈ പറച്ചിലുകൾക്ക്, ഇങ്ങനെയുള്ള നമ്മുടെ വാക്കുകൾക്കൊക്കെ ദിവസങ്ങളുടെ മാത്രം വലിപ്പമേ നിലനിൽക്കുന്നുള്ളൂ. പിന്നീടും ഇക്കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏറ്റവും ഒടുവിലായി സംഭവിച്ച മരണമാണ് കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൽവിനും ഒപ്പം ഗോകുൽ രമേശും.